ഹായ്, ഇന്ന് രാവിലെ എണീറ്റ് കുളിച്ച് ഡ്രസ്സൊക്കെ ഇട്ട് ഭക്ഷണം കഴിച്ചു. ഇന്ന് ഭക്ഷണത്തിന് പുട്ടും പഴം പപ്പടായിരുന്നു, ദോശയായിരുന്നില്ല. എന്നിട്ട് പിന്നെ പാത്രം മൂറി നേരെ സ്കൂളിലേക്ക് പോകാൻ നിന്നു. സ്കൂളിലേക്ക് വന്നപ്പോഴാണ് ശുക്രമണി അവിടെ കിടക്കണത്. അപ്പോൾ ശുക്രമണിക്ക് ടാറ്റ കൊടുത്താണ് സ്കൂളിൽ പോയത്. എന്നിട്ട് നേരെ സ്കൂളിൽ പോയി. സ്കൂളിലേക്ക് പോകുമ്പോൾ ഒന്ന് വിസ്മേനെയും കൊണ്ടുപോയി. കാരണം വിസ്മേൻ്റെ വണ്ടി സർവീസിന് കൊടുത്തതാണ്. അപ്പോൾ ഞാൻ ഓൻ എടുത്തിട്ടാണ് സ്കൂളിൽ പോയത്. സ്കൂളിലെത്തി നമ്മളെ ഫൈഹുട്ടി നമുക്ക് ആദ്യം മിഠായി തന്നു. പിന്നെ അങ്ങോട്ട് ഫുള്ള് മിഠായിരുന്നു. നമുക്ക് അയറ മിഠായി തന്നു. അങ്ങനെ കുറേ ബർത്ത്ഡേ ഉണ്ടായിരുന്നു. അപ്പോൾ ബർത്ത്ഡേക്കാരൊക്കെ നമുക്ക് മിഠായി തന്നു. അടുത്ത ആഴ്ച നമ്മുടെ ശാസ്ത്രമേളാണ്. അപ്പോൾ നമ്മൾ കുട്ടികൾക്ക് പ്രാക്ടീസ് കൊടുക്കണ്ടേ. അപ്പോൾ എല്ലാ കുട്ടികൾക്കും പ്രാക്ടീസ് കൊടുത്തു. ഇന്ന് വെള്ളിയാഴ്ചയല്ലേ, അപ്പോൾ കുട്ടികൾക്ക് പാലുള്ള ദിവസമാണ്. അപ്പോൾ കുട്ടികൾക്ക് പാൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അടുക്കളയിൽ ചെന്നിട്ട് കുട്ടികൾക്ക് പാല് കൊടുത്തു. അപ്പോഴാണ് ഐഷ ടീച്ചർ പറഞ്ഞു നമ്മളെ കുട്ടികൾക്കുള്ള 2ാം ഭാഗം ടെക്സ്റ്റ് ബുക്ക് വന്നിട്ടുണ്ട്, അത് കൊണ്ടുവരണമെന്ന് പറഞ്ഞു. അപ്പോൾ നേരെ അത് കൊണ്ടുവരാൻ മങ്കടേക്ക് പോയി. എന്നിട്ട് ബുക്ക് കൊണ്ട് നമ്മൾ നേരെ സ്കൂളിലേക്ക് വന്നു. സ്കൂളിലേക്ക് വന്നപ്പോൾ നമ്മളെ കുട്ടികളെ സംയുക്ത ഡയറി നോക്കണ്ടായിരുന്നു. എന്നിട്ട് നേരെ സംയുക്ത ഡയറിയൊക്കെ നോക്കിയിട്ട് ശരിയിട്ട് കൊടുത്തുകൊണ്ട് അതെല്ലാം കുട്ടികൾക്ക് കൊണ്ടേ കൊടുത്തു. ഇന്ന് സംയുക്ത ഡയറി നോക്കിയ സമയത്തേക്ക് ഭയങ്കര സന്തോഷമായി. കാരണം കുട്ടികൾ വളരെ നന്നായിട്ട് എഴുതുന്നുണ്ട് സംയുക്ത ഡയറി. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ക്ലാസ്സിൽ വന്നിട്ട് ആ കുട്ടികളുടെ പേരും അവർ എഴുതിയ കാര്യങ്ങൾ കുറച്ചൊക്കെ ഒന്ന് അവിടെ ഇവിടെ തട്ടാണ്ട് ഇതായിട്ട് ഒന്ന് പറഞ്ഞു കൊടുത്തു. അപ്പോൾ അത് ഒന്നിച്ച് പറഞ്ഞ സമയത്ത് ആ എഴുതിയ കുട്ടികൾക്ക് സന്തോഷമായി. കാരണം അവർ പേര് ഇങ്ങനെ എടുത്ത് പറയല്ലേ. അത് കേട്ടപ്പോൾ അവർക്ക് ഇഷ്ടമായി, വായിച്ചപ്പോൾ എനിക്കും ഇഷ്ടമായി. പിന്നെ അടുത്തൊരു പി ടിക്ക് പാർക്കിൽ വരേണ്ട രസമല്ലല്ലോ. അപ്പോൾ നമ്മൾ കുട്ടികളോട് പാർക്കിൽ വന്നു. അപ്പോൾ കുറേ ആൾക്കാർ ഊഞ്ഞാൽ കളിച്ചു, കുറേ ആൾക്കാർ ഉരുസി കളിച്ചു, കുറേ ആൾക്കാർ നമ്മളെ പിന്നാലെ കളിച്ചു. ആകെ അപ്പോൾ നമ്മളെ കബിൻ്റെ കുട്ടികളുടെ കബിൻ്റെ കുട്ടിയൊക്കെ പാക്ക് മീറ്റിംഗ് നടത്തിയതിന് ശേഷം നേരെ ക്ലാസ് പോയപ്പോൾ നമ്മളെ ഉണ്ണിയപ്പം കൊടുക്കുന്നു. നമ്മളെ ടീച്ചർ അത് കുട്ടിയൊക്കെ എല്ലാവർക്കും വീതം വെച്ച് കൊടുക്കുകയും ചെയ്തു. ഉണ്ണിയപ്പം കഴിച്ച് നമ്മളെ കുട്ടികളെല്ലാവരും വീട്ടിൽ പോയി. പക്ഷേ ഞാൻ വീട്ടിൽ പോയില്ല, കാരണം ഒന്നും വണ്ടിക്കാക്കില്ല. അപ്പോൾ പിന്നെ ആ സീറ്റിൽ ഞാൻ കയറി കുട്ടികളെല്ലാവരും വീട്ടിലേക്ക് കൊടുത്തു. അതിന് ശേഷം ഞാൻ നേരെ വീട്ടിലേക്ക് പോകുന്നു. പക്ഷേ അങ്ങനെ നേരെ വീട്ടിൽ പോയാൽ മോശമല്ല, ചായ അടിക്കണം, അങ്ങനെ വീട്ടിൽ പോകുക. അപ്പോൾ ഞങ്ങൾ ടീച്ചർമാരെല്ലാവരും ഇവിടെ ചായ അടിക്കാൻ വന്നു. ചായ കുടിച്ചിട്ട് വിശപ്പ് മാറാത്തതുകൊണ്ട് നമ്മൾ നേരെ പെരിന്തൽമണ്ണ കാലിക്കറ്റ് കഫ്റ്റീരിയയിൽ പോയി. എന്നിട്ട് അവിടെ നിന്ന് അൽഫാം കഴിച്ചു. നല്ല രസം ഉണ്ടായിരുന്നു അൽഫാമും. കുറച്ച് സ്പൈസി ആയിരുന്നു. പക്ഷേ മൂസിമാഷാണെന്നുണ്ടെങ്കിൽ ഷവായി ഓർഡർ ചെയ്തത്. ഇതിൽ ഏതാ വലിയ പീസ് നോക്കിയിട്ട് മൂപ്പിലെടുക്കുന്നത്. എനിക്ക് ഷവായി അത്ര ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ അൽഫാം ഓർഡർ ചെയ്തു. അൽഫാമും കുബൂസും. ഈ പൂച്ച മത്തിത്തല കടിച്ച് നിൽക്കാന്ന് കേട്ടിട്ടല്ലോ, അത് ഞാൻ കണ്ടു. നമ്മളെ ഷേന ടീച്ചർ അന്ന് കാണിച്ചു തന്നത്. ഇന്ന് എവിടെയും കളിക്കാൻ തന്നില്ല, നേരെ വീട്ടിലേക്ക് വന്ന് വന്നത്. എന്നിട്ട് നേരെ നമ്മളെ ശുക്രമണി അടുത്തേക്ക് ചെന്നു. ശുക്രമണി എടുത്തു ചോദിച്ചപ്പോഴേക്ക് ആൾ ഓടി വന്ന് നമ്മുടെ അടുത്തേക്ക്. എന്നിട്ട് പിന്നെ നമ്മൾ മടിയിലെത്തി കുറച്ച് നേരം കളിപ്പിച്ചു. അത് ഞാൻ ഡ്രസ്സ് മാറിപ്പോണ്ട് മഴ പെയ്യണു. മഴ പെയ്ത് നമ്മൾ ഇറങ്ങാണ്ടിരിക്കാൻ പറ്റില്ല. അപ്പോൾ നേരെ മഴയത്ത് പോയി ഇറങ്ങി. എന്നിട്ട് കുറച്ച് നേരം മഴയത്ത് കളിച്ചു. അപ്പോൾ ശരി, ബൈ ബൈ.